നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാം അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകമാകുന്നു. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവത് ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. അടുത്തതായി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ആശ്ചര്യവത് പശ്യതി കശ്ചിത് ഏനം ആശ്ചര്യവത് വദന്തി തഥാ ഏവ ച അന്യഃ ആശ്ചര്യവത് ച ഏനം അന്യഃ ശൃണോതി ശ്രുത്വാ അപി ഏനം വേദ ന ച ഏവ കശ്ചിത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. കശ്ചിത് ഏനം ആശ്ചര്യവത് പശ്യതി തഥാ ഏവ അന്യഃ ആശ്ചര്യവത് വദതി അന്യഃ ച ഏനം ആശ്ചര്യവത് ശൃണോതി ശ്രുത്വാദ കശ്ചിത് അഭി ന വേദ ഏവ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശത്തെ പറ്റിയാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒരാൾ ആത്മാവിനെ ആശ്ചര്യവസ്തു എന്നതുപോലെ കാണുന്നു. അതുപോലെ മറ്റൊരാൾ ആത്മാവിനെക്കുറിച്ച് ആശ്ചര്യമെന്ന പോലെ പറയുന്നു. വേറെ ചിലർ ആത്മാവിനെക്കുറിച്ച് ആശ്ചര്യമെന്നതുപോലെ കേൾക്കുകയും ചെയ്യുന്നു. പറഞ്ഞാലും കേട്ടാലും ആത്മാവിനെക്കുറിച്ച് ആരും അറിയുന്നില്ല തന്നെ. ഇതാകുന്നു പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.